ആക്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്തപ്പെടുക എന്നുള്ളതാണ്. കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോധം. നമ്മളെ സഹായിക്കുന്ന ടൂൾസും ടെക്നിക്കും പ്രോസസ്സുമാണ് ആക്സസ് കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ. കുട്ടികൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഫസ്റ്റ് പേരൻസ്, സെക്കൻഡ് ടീച്ചേഴ്സ്. പക്ഷെങ്കിൽ നമ്മൾ ആക്സസ് കോൺഷ്യസ്നസിലൂടെ വന്നു കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഒരുപാട് നല്ല മാറ്റങ്ങൾ എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. കേരളത്തിൽ മാത്രമേ ഉള്ളൂ അത്ര പോപ്പുലാരിറ്റി ഇല്ലാതെയുള്ളൂ. നമ്മുടെ ചിന്തകളിൽ നിന്നാണല്ലോ ഇതെല്ലാം ഉണ്ടായി വന്നത്. തലച്ചോറിലെ 32 പോയിന്റ്സിലാണ് ഇതെല്ലാം കിടക്കുന്നത്. ഇവരിൽ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ആക്സസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ്സ്, ഡിപ്രഷൻ, ഇതിനൊക്കെ എൻ്റെ ജീവിതത്തിൽ തന്നെ വലിയൊരു എക്സാമ്പിളാണ്. ഞാൻ പുറകെ പോയിക്കുമ്പോൾ അവർ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാറും, ഇത് ചെയ്ത് മാറും, ഇന്നത് ചെയ്ത് അത് മാറും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് നമ്മൾ ഒരുപാട് പൈസകളെല്ലാം പോയിട്ടാണ് ഈ ആക്സസ് കോൺഷ്യസ്നസിനെ കുറിച്ച് അറിഞ്ഞത്. നമ്മളെ തന്നെ വിശ്വസിക്കാൻ പഠിക്കുകയാണ്. യഥാർത്ഥ കഴിവുകളെ നമ്മൾ മറന്നു പോവുകയും ഇന്ന നക്ഷത്രക്കാർക്ക് ഈ വിഷയം, ഇന്ന നക്ഷത്രക്കാർക്ക് ആ വിഷയം, അത് ഇത് എന്നൊക്കെ കേട്ടിട്ടില്ലേ? നമസ്കാരം. സാധാരണക്കാർക്ക് ആക്സസ് ബാറിനെ പറ്റി അറിയണമെന്നില്ല. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിക്ക് ഒന്ന് പറയുവാണെങ്കിൽ എന്താണ് ആക്സസ് ബാർ? ആക്സസ് ബാർ എന്ന് പറഞ്ഞാൽ ആക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആക്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്തപ്പെടുക എന്നുള്ളതാണ് അല്ലേ? കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോധം അല്ലേ? അതായത് ബോധം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന ബോധമല്ല. അതായത് നമ്മുടെ കോൺഷ്യസ് മൈൻഡിലേക്കുള്ള ബോധത്തിലേക്ക് എത്തുവാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ടൂൾസും ടെക്നിക്കും പ്രോസസ്സുമാണ് ആക്സസ് കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ പ്രത്യേകത എന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ഏരിയയിലാണോ നമ്മൾ നിൽക്കുന്നത് ആ ഏരിയയിൽ നിന്നെല്ലാം ഏതവസ്ഥയിൽ നിന്നാലും ആ അവസ്ഥയിൽ നിന്ന് നമ്മളെ മറികടക്കാൻ സഹായിക്കുന്ന ടൂൾസും ടെക്നിക്കും പ്രോസസ്സുമാണ് ആക്സസ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. ഒരു കുട്ടിയുടെ ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ സ്കൂളിൽ ഭയങ്കര ടെൻഷൻസ് ഒക്കെ നടക്കുന്നത്, ഹോംവർക്ക് കുറയുണ്ട്, അല്ലെങ്കിൽ ഈ കുട്ടികൾക്കാണെങ്കിൽ ഏത് മാർഗത്തിലൂടെയാണ് നമുക്ക് പോവേണ്ടതെന്ന് അറിയാത്തുള്ള ഒരു ചിന്തയൊക്കെ വരത്തില്ലേ? തീർച്ചയായിട്ടും. അതൊക്കെ ഇത് ഹെൽപ്ഫുൾ ആണോ? തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഫസ്റ്റ് പേരൻസ്, സെക്കൻഡ് ടീച്ചേഴ്സ്, ദെൻ സോഷ്യൽ എൻവയൺമെൻറ്റ്സ്. അപ്പോൾ ഇങ്ങനെ ഈ 3 കാരണങ്ങളാലാണ് ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തായിക്കോട്ടെ അവൻ്റെ കരിയറിനെ ആയിക്കോട്ടെ എല്ലാം മൊത്തത്തിലൊരു സ്റ്റക്ക് സിറ്റുവേഷനിലേക്ക് വരുന്നത്. പക്ഷേങ്കിൽ നമ്മൾ ആക്സസ് കോൺഷ്യസിലൂടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ കിട്ടും. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരുപാട് കുഞ്ഞുങ്ങൾ ഇതുപോലെ വിദ്യാഭ്യാസത്തിൽ വളരെ മോശമായ അവസ്ഥയിൽ നിന്ന് കുട്ടികൾക്ക് ഹീൽ ചെയ്ത് ഒരുപാട് നല്ല മാറ്റങ്ങൾ എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് നല്ലൊരു അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു 3 വയസ്സ് മുതൽ എത്ര വയസ്സ് പ്രായമുള്ളവരെ വരെ നമുക്കിത് പഠിക്കാവുന്ന ടെക്നിക്കാണ്. എല്ലാവരും സാധാരണഗതിയിൽ കണക്കാക്കുന്നത് വെച്ചാൽ ഇത് പ്രായം ചെന്നവർക്ക് മാത്രമേ പഠിക്കാൻ പറ്റത്തുള്ളൂ, അങ്ങനെയൊക്കെയാണ്. അതായത് നമ്മുടെ ഈ കോൺഷ്യസ്നസ്സിനകത്ത് ഏറ്റവും വലിയ ഇപ്പോൾ ഫാമിലി ആയിട്ട് പഠിക്കാൻ വരുവാണെങ്കിൽ ഞാൻ 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് വരെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്ലാസ്സിന് വരുന്ന ഒരു ഫാമിലി വരുവാണെങ്കിൽ അവരുടെ കുട്ടികളുണ്ടെങ്കിൽ 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഫ്രീ ആയിട്ടും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ആക്സസ് കോൺഷ്യസ്നസ്. എനിക്കിപ്പോൾ പഠിക്കാൻ അതായത് ആക്സസ് കോൺഷ്യസ്നസ് കോഴ്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി വൺ ഡേ പ്രോഗ്രാമാണ് ആക്സസ് എന്ന് പറഞ്ഞാൽ. പക്ഷെങ്കിൽ നമുക്ക് ഓൾറെഡി ക്ലാസ് ഇങ്ങനെ റൺ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ക്ലാസ്സിൽ റിപ്പീറ്റേഴ്സ് ആയിട്ട് ബാക്കി ആൾക്കാർക്ക് വന്ന് പങ്കെടുക്കാൻ പറ്റും. ഇത് തന്നെയല്ല ഇതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോകരാജ്യങ്ങൾ ഇതിൻ്റെ ഈ സർട്ടിഫിക്കറ്റ് കോഴ്സും കൊണ്ട് തന്നെ ലോകരാജ്യങ്ങളിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോയി പ്രാക്ടീസ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് കൂടിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻ്റർനാഷണൽ പ്രാക്ടീസ് സർട്ടിഫിക്കറ്റാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ചൈന ഒഴിച്ച് മറ്റെല്ലാ ലോക രാജ്യങ്ങളിലും അത്ലറ്റ്സുകൾ, അതുപോലെ തന്നെ ബിസിനസ്മാൻമാർ, അതുപോലെ തന്നെ നേഴ്സസ്, ഡോക്ടേഴ്സ്, അങ്ങനെ എല്ലാ കാറ്റഗറിയുള്ള ആൾക്കാരും പ്രാക്ടീസ് ചെയ്യുന്നതാണ്. പക്ഷേ നമ്മൾ കേരളത്തിൽ മാത്രമേ ഉള്ളൂ അത്ര പോപ്പുലാരിറ്റി ഇല്ലാതെയുള്ളൂ. പക്ഷേ കേരളം വിട്ട് കഴിഞ്ഞാൽ ഔട്ട്സൈഡ് സ്റ്റേറ്റുകളിലെല്ലാം ഇത് ഭയങ്കര പോപ്പുലാരിറ്റിയാണ്. അതുപോലെ തന്നെ ഇത് ഭയങ്കര റിസൾട്ട് ഓറിയൻറ്റഡ് ആണ് ഈ പ്രോഗ്രാം. മോഡേൺ വേൾഡിൽ എല്ലാവർക്കും ഡിപ്രഷൻ, ആൻസൈറ്റി ഒക്കെ ഉണ്ട്. അപ്പം ഈ ആക്സസ് ബാർ എത്രത്തോളം അത് ഹെൽപ്ഫുൾ ചെയ്യും? ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താൽ വെച്ചാൽ 32 പോയിന്റ്സ് എന്ന് പറഞ്ഞൊരു പോയിന്റ്സ് ഉണ്ട് നമ്മുടെ തലയിൽ. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ സംസാരിക്കുന്നത് നമ്മുടെ ചിന്തകളിൽ നിന്നാണല്ലോ ഇതെല്ലാം ഉണ്ടായി വന്നിരിക്കുന്നത്. അപ്പോൾ എന്നോട് ചോദ്യം ചോദിച്ചത് പോലും നമ്മുടെ ഉള്ളിൽ വന്നൊരു തോട്ട് പ്രോസസ്സ് കൊണ്ടാണ് വന്നത്. അത് എവിടെ നിന്നാണ് വന്നത്?
നമ്മുടെ തലച്ചോറിൽ നിന്നാണ് വന്നത് അല്ലേ. ഇപ്പോൾ ഈ സൃഷ്ടിപരമായ കാര്യമായിക്കോട്ടെ, ഇപ്പോൾ ഈ ഒരു ക്യാമറ ആയിക്കോട്ടെ, നമ്മളിട്ട ഡ്രസ്സുകളായിക്കോട്ടെ, ഇതെല്ലാം ഒരാളുടെ മനസ്സിൽ നിന്നുണ്ടായി വന്നൊരു സൃഷ്ടിയിൽ നിന്നാണ് അതൊരു പ്രോഡക്റ്റായി മാറിയത്. അപ്പം നമ്മുടെ ഈ സൃഷ്ടി പ്രോസസ്സുകളെല്ലാം നമ്മൾ തലയിലാണ് നടക്കുന്നത്, തലച്ചോറിലാണ്. തലച്ചോറിലെ 32 പോയിൻറ്റ്സിലാണ് ഇതെല്ലാം കിടക്കുന്നത്. അത് നമ്മുടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നമ്മുടെ കരിയർ ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അക്യുമുലേറ്റ് ചെയ്ത് കിടക്കുന്ന പോയിൻറ്റ്സുകളാണ് നമ്മുടെ തലയിൽ. അതിൽ സോഫ്റ്റ് ടച്ച് കൊടുക്കുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി ഇത് റിലീസായി പോകുന്ന ഒരു പ്രോസസ്സാണ് ഇത് ആക്സസ് കോൺഷ്യസ്നസ്. കാരണം വെച്ചാൽ ഇതിൻ്റെ പ്രോസസ്സ് നമ്മൾ ഒരാൾക്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പം ചെയ്യാനുള്ളവരെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവരിത് ഒരു 1 hour ചെയ്യുമ്പോൾ തന്നെ ഇവരിൽ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതിനുള്ള പ്രൂഫുകളും എല്ലാം നമുക്കുണ്ട്. സാർ അപ്പം ഒരാൾ വരുവാണെങ്കിൽ അവരെ ഇമ്മീഡിയറ്റ്ലി ഹീൽ ചെയ്ത് വിടുവാണോ അതോ ക്ലാസ്സിലൂടെയാണോ? അല്ല, ഞാൻ ക്ലാസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ക്ലാസ് കൊടുത്തിട്ട് നമ്മൾ ക്ലാസ് എടുക്കുകയാണ് ചെയ്യുന്നത്. ആക്സസ് കോൺഷ്യസ്നസ് ക്ലാസ് എടുക്കുകയാണ്. അതൊരു 1 day പ്രോഗ്രാമാണ്. രാവിലെ 9:30 to 5:30 ആണ് നമ്മുടെ കോൺഷ്യസിൻ്റെ പ്രോഗ്രാം കിടക്കുന്നത്. ഇപ്പം എനിക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ഓവർ ടെൻഷനും അല്ലെങ്കിൽ രാത്രി ഉറക്കമില്ല, പിന്നെ എന്തോ ഒരു പാനിക് അറ്റാക്സ് ഒക്കെ എനിക്കിടയ്ക്ക് വരുമായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റാനായിട്ട് ആക്സസ് തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ആക്സസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ്സ്, ഡിപ്രഷൻ, ഇതിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ. കാരണം മാനസികമായി ബന്ധപ്പെട്ട എന്ത് അവസ്ഥകളിൽ നിന്നും ഡെഫിനറ്റ്ലി മാറ്റാൻ പറ്റും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മനസ്സാണ് ഏറ്റവും പ്രധാനം അല്ലേ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ കൺട്രോൾ വന്നു കഴിഞ്ഞാൽ എല്ലാം ആയി. അതായത് നമ്മുടെ ആക്സസ് കോൺഷ്യസ് പറയുന്നത് എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിൽ ഒരു കെമിക്കൽ എനർജി ഉണ്ട്, അതുപോലെ നമ്മുടെ ഹൃദയത്തിൽ ഒരു കെമിക്കൽ എനർജി ഉണ്ട്. ഈ കെമിക്കൽ എനർജി ഒരേ താളത്തിൽ വർക്ക് ചെയ്താൽ മാത്രമേ ആ ആളുടെ ജീവിതത്തിൽ സക്സസ് എന്ന് പറയുന്ന സാധനം ഉണ്ടാകത്തുള്ളൂ. സപ്പോസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ, ഇപ്പം നമുക്കൊരു ടെൻഷൻ വരുവാണ്. സാധാരണഗതി നമുക്ക് എന്താ ഒരു പെട്ടെന്നൊരു ഫീലിംഗ് വരുമ്പോൾ നമുക്ക് എന്താ ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത്? നെഞ്ചിനകത്ത് ചിലർക്ക് വയറ്റിൽ നിന്ന് ഇങ്ങനെ ഒരു ആന്തൽ കയറി വരത്തില്ലേ. അതായത് നമ്മുടെ വയറ്റിൽ നിന്നൊരു പെട്ടെന്നൊരു കത്ത് വരുന്നത് വയറിനാകും ഡ്രൈ ആകുന്ന പോലെ തോന്നാറുണ്ട് അല്ലേ. ചങ്ങിനകത്ത് ഭാരം വരുന്നത്, അത് പലർക്കും ഡിഫറെൻറ്റ് സ്റ്റേജ്. അപ്പോൾ ആ ഭാരം വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് ഇവിടെയാണ്, പക്ഷേ പ്രവർത്തിക്കുന്നത് ഇവിടെയോ ഈ ഭാഗത്തോ എവിടെയാണ്. അപ്പോൾ ക്രിയേഷൻസ് എന്ന് പറയും. ചിലർക്കത് മാനസിക സംഘർഷമുള്ളപ്പോൾ ചങ്ക് കടന്ന് പടപടാന്ന് കിടന്നടിക്കും. അപ്പോൾ ഇതൊക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തോട്ട് പ്രോസസ്സും കൊണ്ടുണ്ടാകുന്നതാണ്. ഈ തോട്ട് പ്രോസസ്സിനെ നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് നമുക്കുണ്ടാകും. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ തന്നെയാണ് ഞാൻ തന്നെ. എൻ്റെ ജീവിതത്തിൽ തന്നെ വലിയൊരു എക്സാമ്പിളാണ് ഞാൻ തന്നെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ്. കറക്റ്റ് ചോദ്യമാണ് ചോദിച്ചത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ ഫീൽഡിലേക്ക് വരാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ എനിക്ക് നല്ല രീതിയിൽ റൺ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സായിരുന്നു. അത്യാവശ്യം നല്ല ടേൺ ഓവർ ഉണ്ടായിരുന്ന ബിസിനസ്സായിരുന്നു. അപ്പം അറിയാമല്ലോ, ബിസിനസ് വളരും തോറും നമ്മൾ പല ആൾക്കാർക്കും കടമൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് പേയ്മെൻറ്റുകൾ കിട്ടാതെ വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് മൊഡ്യൂൾസിൻ്റെ പുറകെ പോയി. ഉദാഹരണം ഞാൻ ആരും കുറ്റപ്പെടുത്തുകയല്ല, പല വ്യക്തികളുടെയും സാഹചര്യങ്ങളുടെയും പുറകെ പോയിക്കുമ്പോൾ അവർ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാറും, ഇത് മാറും, ഇന്നത് ചെയ്ത് അത് മാറും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് നമ്മൾ ഒരുപാട് പൈസകളെല്ലാം പോയി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് ഇത് പറ്റത്തില്ലല്ലോ, നമുക്ക് സ്വന്തമായി ചിന്തിക്കാൻ എന്താണ് മാർഗം. അങ്ങനെ ഞാനും വൈഫോട് കുറേ ആൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ ആക്സസ് കോൺഷ്യസ്നസിനെ കുറിച്ച് അറിഞ്ഞത്. അന്ന് നമ്മുടെ കേരളത്തിൽ ചുരുക്കം ചില ആൾക്കാരെ ചെയ്യുന്നുള്ളായിരുന്നു. പക്ഷേ ഇതിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോഴത്തെ പ്രത്യേകത എന്നാന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ വിശ്വസിക്കാൻ പഠിക്കുകയാണ്. നമ്മളെ വിശ്വസിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു വ്യക്തികൾ സംസാരിക്കുന്നതോ മറ്റു വ്യക്തികളുടെ അഭിപ്രായങ്ങളോ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുമ്പം നമ്മുടെ സൃഷ്ടിപരമായ സർവശക്തനായ തമ്പുരാൻ നമുക്ക് തന്ന യഥാർത്ഥ കഴിവുകളെ നമ്മൾ മറന്നു പോവുകയും മറ്റൊരാളുടെ കളിപ്പാവയായിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ഉദാഹരണം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയകളിലൊക്കെ എപ്പോൾ ചോദിക്കഴിഞ്ഞാൽ ഇന്ന നക്ഷത്രക്കാർക്ക് ഈ വിഷയം, ഇന്ന നക്ഷത്രക്കാർക്ക് ആ വിഷയം, അത് ഇത് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ശരിയല്ലേ? സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്ന് വേൾഡ് ഫേമസ് ആയതുപോലും പല ആൾക്കാർക്കും എന്നെ അറിയാവുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ സമയം വളരെ മോശമുള്ള അവസ്ഥയിലാണ് ഇപ്പം ഞാൻ കടന്നു പോകുന്നത് ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ. പക്ഷെങ്കിൽ ഞാൻ ഈ ആക്സസിൽ വന്നത് പക്ഷം എൻ്റെ ബോധതലം ഉണർന്നു കഴിഞ്ഞപ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി എൻ്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞതാണ്. അപ്പോൾ നമ്മൾ കാരണം നമ്മൾ ആ സമയത്തൊക്കെ നമ്മൾ ആത്മഹത്യ ചെയ്യുന്നതിനെക്കുറിച്ച് വരെ ചിന്തിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയത് ആക്സസ് കോൺഷ്യസ് ആണ്. ഇപ്പം ഏകദേശം ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ ഈ ആക്സസിൽ ക്ലാസ്സിലൂടെ എനിക്ക് മാറ്റിമറിക്കാൻ പറ്റിയിട്ടുണ്ട്. അതാണ് ആക്ച്വലി. ഞാനിപ്പോൾ ഈ ഫീൽഡിലേക്ക് വന്നിട്ട് ഏകദേശം ഒരു മൂന്ന് കൊല്ലം ആയിട്ടുള്ളൂ. ആദ്യമേ ഞാൻ വന്ന സമയത്ത് ശേഷം എൻ്റെ ജീവിതം സക്സസ് ആയതിനു ശേഷം ഞാൻ മറ്റാൾക്കാർക്ക് ഹീൽ ചെയ്യാൻ തുടങ്ങി. ഹീൽ ചെയ്തതിന് ശേഷം എൻ്റെ അടുക്ക പഠിച്ചവർ തന്നെ എന്നോട് പറഞ്ഞു സാറ് ക്ലാസ് എടുക്കാൻ തുടങ്ങുന്നു പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങിയത്. ഇപ്പം വേൾഡ് വൈഡ് ആൾക്കാരെല്ലാം ഇവിടെ വന്ന് എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. മിറാക്കിൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് മിറാക്കിൾസ് നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. ഈവൻ ഡ്രഗ് അഡിക്റ്റിനെ വരെ നമുക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ട്.
ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള കുട്ടികൾ അങ്ങനെ തന്നെയാണ് എനിക്ക് BSSൻ്റെ നാഷണൽ അവാർഡ് വരെ കിട്ടിയിട്ടുള്ളത്. അപ്പം അങ്ങനെ നമുക്ക് ഒരുപാട് കുട്ടികളിൽ ചേഞ്ചസ് വരുത്താനായിട്ട് നമുക്ക് ഈ ഒരു മൊഡ്യൂൾ കൊണ്ട് സാധിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ മാനസിക സംഘർഷങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഒരു ലേഡി വന്നത്, എനിക്ക് ഹരിപ്പാട് എന്നൊരു ലേഡി വന്നു, ഞാൻ പേര് പറയത്തില്ല. അദ്ദേഹം വന്ന സമയത്ത് ചങ്ങനാശ്ശേരിയിൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡിപ്രഷൻ്റെ ഒരു മരുന്ന് കഴിക്കുന്നു, ഡീവിനീൻസ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ആ ഗുളിക പുള്ളിക്കാരത്തേക്ക് ഒരു ഹാഫ് ഗുളിക കഴിക്കാതെ കിടന്നുറങ്ങിയാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് ആ ഗുളിക കഴിച്ചില്ലെങ്കിൽ ഉറക്കം വരത്തില്ല. ക്ലാസ്സിന് വന്ന് 1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ആ ഗുളിക പുള്ളിക്കാരത്തെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി ഇപ്പം ഹാപ്പിയായിട്ട് ജീവിക്കുന്നു. ഇതെല്ലാം എവിടെ നിന്നാണ് പറയുന്നത്? നമ്മുടെ തലച്ചോറിലെ കെമിക്കൽ എനർജിയുടെ പ്രവർത്തനം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ആ കെമിക്കൽ എനർജിയെ അതായത് നമ്മുടെ തലച്ചോറിലുള്ള ഇലക്ട്രിക് പവറും നമ്മുടെ ഹൃദയത്തിലെ ഇലക്ട്രിക് പവറും ഒരേ താളത്തിൽ വന്നു കഴിയുമ്പോഴാണ് ഒരാളുടെ ജീവിതത്തിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകുന്നത്. പലർക്കും വരുന്ന കുഴപ്പം, ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ സപ്പോസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ യോഗ ആചാര്യന്മാരൊക്കെ പറയുന്നത് ഇടാ പിങ്കള നാടികൾ എന്നൊക്കെ പറയുന്നത്, ഒരു മൂക്കിലെ ശ്വാസം, അത് രണ്ടും ഒരേ ബാലൻസ് ആകുമ്പോഴാണ് ഒരാൾക്ക് കറക്റ്റായിട്ടുള്ള അയാളുടെ ജീവിതത്തിൽ ഒരു സക്സസ് ഉണ്ടാകുന്നത്. പക്ഷെങ്കിൽ നമ്മുടെ ഈ പ്രോസസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തലയിൽ ടച്ച് ചെയ്യും ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളും ഒക്കെ പറയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതാണ് എൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. ഈ ചെറിയ പിള്ളേർക്കൊക്കെ ജീവിത മാർഗ്ഗമൊക്കെ തിരഞ്ഞെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ എനിക്കൊക്കെ തന്നെയാണെങ്കിൽ ഒരു സമയത്ത് എനിക്ക് ഏത് ഫീൽഡിലോട്ട് പോകണം, ഞാൻ LLB പഠിച്ചപ്പോൾ എനിക്ക് അതിനോട് താല്പര്യമില്ല, എന്നാൽ വീട്ടുകാരുടെ നിർബന്ധത്തിൽ അത് പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേന് ഇനി എന്ത് ചെയ്യും, എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ഫീൽഡ്. അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നൊരു സമയം ഉണ്ടായിരുന്നു, ഞാൻ എന്ത് ചെയ്യുമെന്ന്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരാൾക്ക് ഒരു ആൻസർ എന്നുള്ള രീതിക്ക് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എനിക്ക് എന്താ വേണ്ടുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സഹായിക്കും. കറക്റ്റ് പോയിന്റാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം മോളിപ്പോൾ ചോദിച്ച ചോദ്യത്തിൽ തന്നെ എൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയ ഡ്രീം ആയിരുന്നു ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകണമെന്ന്. പക്ഷെങ്കിൽ നമ്മുടെ ജീവിത കാലഘട്ടങ്ങൾക്കനുസരിച്ച് നമ്മുടെ വീട്ടിലെ പ്രാരാബ്ദങ്ങൾക്കനുസരിച്ച് നമ്മൾ ഒരു ജോലിയെ പ്രവേശിക്കേണ്ട വന്നു. ദെൻ നമ്മൾ പല മാർഗ്ഗങ്ങളിലൂടെയൊക്കെ വരേണ്ട വന്ന വ്യക്തികളാണ് നമ്മൾ. അപ്പോൾ സപ്പോസ് ആക്സസിൽ വന്നു കഴിഞ്ഞാൽ ആക്സസിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി എന്ന് പറയും. കേട്ടിട്ടുണ്ടോ എന്താ ക്രിയേറ്റിവിറ്റി? അതായത് സൃഷ്ടിപരമായ കഴിവുകൾ. നമ്മൾ ആക്സസിലെ പ്രോസസ്സിലൂടെയും ഈ സ്റ്റേറ്റ്മെൻറ്റിലൂടെയും കടന്നു പോകുമ്പം നമ്മൾ എന്ത് പർപ്പസിനാണോ ഈ ഭൂമിയിൽ വന്നതെന്ന് നമുക്കറിയാൻ പറ്റും. നമ്മുടെ യഥാർത്ഥമായ സൃഷ്ടിപരമായ കഴിവുകൾ നമുക്ക് ഉണർന്നു വന്ന് നമ്മൾ ആ കഴിവിന് പറയുമോ. സപ്പോസ് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഈ കേരളത്തിൽ ഒരുപാട് പാട്ടുകാരുണ്ട് അല്ലേ, ധാരാളം പാട്ടുകാരുണ്ട്. എന്തുകൊണ്ടാണ് യേശുദാസ് മാത്രം അതായത് ഇതിൻ്റെ എല്ലാ ഏറ്റവും ഹയർ ലെവലിൽ ഗാനഗന്ധർവൻ എന്ന് പറയാനുള്ള കാരണം എന്തായിരിക്കും? കാരണം അദ്ദേഹത്തിൻ്റെ സ്കില്ല് മനസ്സിലാക്കി ആ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്തു. അതായത് നമ്മൾ ആക്സസിൽ വരുന്നവരെ എപ്പോഴും ശ്രദ്ധിക്കുന്നവരെ ഞങ്ങൾ ഫാമിലീസിനെ ഒരു കാരണവശാലും പിള്ളേരുടെ മേലിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യങ്ങളും ഞാൻ എൻ്റെ ക്ലാസ്സിൽ പഠിപ്പിക്കത്തില്ല. ഞാൻ അവരുടെ സൃഷ്ടിപരമായ കഴിവുകളായിക്കോട്ടെ, അവരുടെ കുട്ടികളുടെ കഴിവുകളായിക്കോട്ടെ, ആ കുട്ടികളുടെ കഴിവുകളെ എങ്ങനെ സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ഉള്ളൂ അവരുടെ ജീവിതം സക്സസ് ആകത്തുള്ളൂ. സത്യം പറഞ്ഞപ്പോൾ ഉദാഹരണം ഞാൻ നമ്മൾ ലേറ്റസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ അല്ലു അർജുൻ എന്നൊക്കെ പറഞ്ഞ നടൻ്റെയൊക്കെ ഒരു റിവ്യൂ റിപ്പോർട്ട് കണ്ടിട്ടില്ലേ? അദ്ദേഹത്തിൻ്റെ ടീച്ചേഴ്സ് ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോൾ അദ്ദേഹം ഏറ്റവും ബാക്ക് ബെഞ്ചറാണെന്നാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചവരെക്കാളും ആസ്തിയല്ലേ ഇപ്പോൾ അദ്ദേഹത്തിന്. അപ്പോൾ അതുപോലെ നമ്മുടെ സൃഷ്ടിപരമായ കഴിവുകളെ മനസ്സിലാക്കാനും ഒക്കെ നമ്മുടെ ഈ പ്രോസസ്സ് കൊണ്ട് നമുക്ക് സാധിക്കും. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഏകദേശം ഒരു കുറച്ച് ദിവസം ഇതിൻ്റെ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് നമ്മുടെ ജീവിതത്തിലുണ്ട്. നത്തിങ്. അതായത് നമ്മുടെ കംഫർട്ടബിൾ ടൈം. ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ സപ്പോസ് ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരാൾ പറയുകയാണെങ്കിൽ നീ ഇന്ന സമയത്ത് ചെയ്യും, നീ ആ സമയത്ത് ചെയ്യും, ഈ സമയത്ത് ചെയ്യും, അല്ലെങ്കിൽ കൃത്യസമയത്ത് ഇപ്പോൾ രാവിലെ ചെയ്യേണ്ട കാര്യം രാവിലെ ചെയ്യും, ഉച്ചയ്ക്ക് ഇന്ന കാര്യം ചെയ്യും, വൈകുന്നേരം ഇന്ന കാര്യം ചെയ്യണം നമ്മൾ പറയും അല്ലേ? അപ്പം നമുക്ക് ആ സമയത്ത് കൃത്യസമയത്ത് ചെയ്യാൻ പറ്റിയില്ല എന്ത് സംഭവിക്കും? പാനിക്കാവൂലേ അല്ലേ? പക്ഷേ ആക്സസിൽ നമുക്ക് അങ്ങനെയൊന്നുമില്ല. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം ഏത് ടൈമാണോ ആ കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈമിൽ വെറും 20 മിനിറ്റ്സോ 1 അവറോ മാക്സിമം നമ്മൾ ഇതിനു വേണ്ടി മെനക്കെട്ടാൽ മതി. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ബാക്കി എന്തെല്ലാത്തിനു വേണ്ടി നമ്മൾ ടൈം കണക്കിടുന്നു. സോ നമ്മുടെ സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയും നമ്മുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി നമുക്ക് 1 മണിക്കൂർ ചിലവിട്ടാൽ നോ പ്രോബ്ലം. നമ്മുടെ ജീവിതം തന്നെ മാറി മറിയും. ഈ മാനസിക പ്രശ്നമൊക്കെ ഉള്ളവരില്ലേ, അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇതുവഴി ഹെൽപ്ഫുൾ ആവും? തീർച്ചയായിട്ടും. ഇപ്പോൾ മാനസിക സംഘർഷങ്ങൾ നമ്മുടെ ഇതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഡിപ്രഷനും ആങ്സൈറ്റിയുമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അത് വെച്ചാൽ മാനസിക സംഘർഷങ്ങളൊക്കെ ഒരാൾ വീട്ടിലുള്ള ആളാണെങ്കിൽ അവരുടെ ഫാമിലി ആരെങ്കിലും ഇത് പഠിച്ചിട്ട് അവർക്കൊരു 21 ഡേയ്സ് അടുപ്പിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഒരു 4 ഡേയ്സ് കഴിയുമ്പോൾ തന്നെ ഇവരിലെ ചേഞ്ചസ് വളരെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. നമുക്ക് മറ്റുള്ളവരെ
മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും അത് മറ്റുള്ളവരെ ഹീൽ ചെയ്യുന്നതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇതൊരു പ്രൊഫഷൻ ആക്കാനുമാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇപ്പൊ സാറിന് ഫസ്റ്റ് ഹീൽ ചെയ്ത ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാമോ? ഫസ്റ്റ് വേറൊരാൾക്ക് ഹീൽ ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? ഇഷ്ടം പോലെ ഉണ്ട്. ഒരുപാട് ഹീലിങ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇപ്പം നമ്മൾ കുട്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞ പോലെ തന്നെ, അതുപോലെ തന്നെ ബിസിനസ്സിലും അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ഇഷ്യൂവിലും നിന്ന് ഒരുപാട് കേസുകൾ നമുക്ക് വന്നിട്ടുണ്ട്. അതായത് ഈവൻ റിലേഷൻഷിപ്പിൽ തന്നെ അവർ ഡൈവോഴ്സിൻ്റെ വക്കിൽ നിന്നവരെ പോലും നമുക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ എനിക്കൊരു ക്ലയൻറ്റ് വന്നതാണ്. അദ്ദേഹത്തിന് വൈഫായിട്ട് ചെറിയൊരു ഇഷ്യൂ വന്നപ്പോൾ ഇദ്ദേഹം മദ്യപിക്കുമായിരുന്നു. അപ്പോൾ മദ്യപിച്ച അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ലേഡിയെ അത്ര വലിയ കണക്കാക്കുന്നില്ലായിരുന്നു. പക്ഷേ ഇവർ ഡൈവോഴ്സിൻ്റെ വക്കിൽ ഇദ്ദേഹത്തിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ ലേഡി ഇയാൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അയാൾക്ക് മനസ്സിലായത്. അങ്ങനെ വന്നപ്പോഴാണ് ആരോടോ പറഞ്ഞിട്ട് എൻ്റെ അടുക്ക വന്നു, ഹീൽ ചെയ്താൽ വന്നു. അവസാനം പുള്ളി കറക്റ്റ് പ്രോസസ്സിൽ വന്നു കഴിഞ്ഞപ്പോൾ വൈഫിനെ കൂട്ടിക്കൊണ്ട് ഇവിടെ വന്നു. വൈഫ് വന്നിട്ട് എന്നോട് പറഞ്ഞു, സാറ് പറയുവാണെങ്കിൽ ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ പോകാമെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ അടുക്ക വന്നിട്ട് ഏകദേശം 1 വർഷമായി. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ കൂടി ഇപ്പോൾ ഒരു പുത്തൻ സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് സക്സസ് ആയിട്ട് ബിസിനസ് കൊണ്ടുപോകുന്നു. അതാണ് ഏറ്റവും വലിയ ബ്യൂട്ടി. അത് ഒരുപാട് കേസുകൾ ഈവൻ സെലിബ്രിറ്റീസ് ഉൾപ്പെടെ എൻ്റെ ക്ലാസ് വന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പേര് പറയാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. ഒരുപാട് പേരുണ്ട്. അല്ല, അത് കരിയർ ഗ്രോത്തിന് വേണ്ടിയൊക്കെ ആയിട്ടും പിന്നെ ഹീൽ ചെയ്യാനും വന്നവരും ഉണ്ട്. ഇപ്പം ഒരു കപ്പിൾസ് ഇങ്ങനെ അടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഫാമിലി മാറ്റേഴ്സ് ഒക്കെ ആയിട്ട് വന്നാലും അതിനെ ഹീൽ ചെയ്യാൻ ഇത് മതി അല്ലേ? ഇത് പഠിച്ചാൽ മതി. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ഇപ്പം ഒരാൾ പഠിക്കുകയെന്ന് വെച്ചു, സാധാരണ ഏത് കേസാണെങ്കിലും 2 പേരും പഠിച്ച് 2 പേര് ചെയ്താലല്ലേ സക്സസ് ആകത്തുള്ളൂ. നേരെ മറിച്ച് ഇപ്പം നമ്മൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പിലാണ് എങ്കിൽ പോലും എനിക്ക് നമ്മൾ ഒരു ഇതിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ സ്വയം, എൻ്റെ ഭാര്യയാണെങ്കിൽ ആ ഭാര്യേനെ എന്നിലേക്ക് പറഞ്ഞാൽ ഞാൻ തന്നെ സ്വയം ഇതിനകത്ത് സ്റ്റേറ്റ്മെൻറ്റുകൾ പറഞ്ഞാൽ പോലും എൻ്റെ ജീവിതത്തിൽ അതിന് മാറ്റങ്ങളുണ്ടാകും. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് മദ്യപാനം അല്ലെങ്കിൽ ദുശീലങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് പക്ഷെ പുള്ളിക്ക് ഇതിനോടൊന്നും വിശ്വാസമില്ല, അല്ലെങ്കിൽ ഇതിനോടൊന്നും താല്പര്യമില്ല. എനിക്ക് പുള്ളിനെ ഹീൽ ചെയ്യണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? പഠിക്കണം. ഇത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ അതിലേക്ക് മാറ്റം ഉണ്ടാകും. ഒരുപാട് കേസുകൾ നമുക്ക് അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. അവരെ അറിയാണ്ടിയാണ് നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും. അല്ല, അവർ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യണം. വെച്ചാൽ അത് ഒരു പിന്നെ ജസ്റ്റ് ഇപ്പോൾ ചിലരൊക്കെ ചെയ്യുന്ന സമയത്ത് ഒന്ന് കിടക്കാൻ പോകും, ഞാൻ തല മെസ്സേജ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ചെയ്ത് കൊടുക്കുന്ന എത്ര പേരുണ്ട്. അങ്ങനെ ഡിപ്രഷൻ കേജിലൊക്കെ കിടക്കുന്നത്. അല്ല, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്.